യുദ്ധങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട്. പക്ഷേ യുദ്ധം എപ്പോൾ തുടങ്ങുമെന്ന് വെച്ചാൽ അതിനൊരു വലിയ വർത്തമാനം പറയുന്ന ട്രംപിന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഭീഷണിപ്പെടുത്തി കൈക്കലാക്കാൻ എന്നുള്ള ഒരു ത്വരയാണ് ഈ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇപ്പം ഈ അൽ അറബിയ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനൽ, ഇതിൻ്റെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരെ തിരിഞ്ഞാണ്, ഓപ്പോസിറ്റാണ് കാണുക. അൽ അറബിയ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലിൽ കാണാൻ പറ്റും, അഥവാ പേജിൽ കാണാൻ പറ്റും. ട്രംപ് വാൺസ് ഇറാൻ ദാറ്റ് നെക്സ്റ്റ് അറ്റാക്ക് വിൽ ബി ഫാർവേഡ്സ് അർജസ് ഇറ്റ് ടു മേക്ക് എ ഡീൽ. വളരെ ദയനീയമായിട്ടുള്ള ഒരു അറ്റാക്കായിരിക്കും അടുത്തതായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് ഒപ്പുവെക്കാൻ വേണ്ടി തയ്യാറാകുക. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ പോകുന്ന ഇറാൻ ഗവൺമെൻറ്റിനോടാണ് വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് വരും, നമുക്കൊരു ഡീല് ചെയ്യാം, അതിൽ നമ്മൾ ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി നമ്മൾ ഓക്കെയാണ് എന്ന് അതിൻ്റെ അർത്ഥം. അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം നിങ്ങൾക്ക് വേണ്ടി കരാർ ഒപ്പിടാൻ ഓക്കെയാണ്, പക്ഷേ നിങ്ങളൊരു കരാറുമായി വരണം, അതിന് നിങ്ങളുടെ മനസ്സൊന്ന് കാണിക്കണം എന്ന് പറയുന്ന കാല് പിടിച്ചിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർ ചാനലിന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ ഇത് ഇത്ര കണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ പരാക്രമം തടയാൻ വേണ്ടി നിങ്ങളുടെ ലൈക്കും അതുപോലെ സബ്സ്ക്രിപ്ഷനും വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഘോരമായിട്ട് പറയുന്നുണ്ട്. ഒരു ഗണ്ണിക അല്ലെങ്കിൽ ഒരു പാനൽ, എന്താ പറയുക, നമ്മളൊരു ഉപന്യാസം എഴുതാന്നൊക്കെ പറയില്ല, അതുപോലെ എഴുതി വിട്ടിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓൺ വെനസ്ഡേ വാൺഡ് ഇറാൻ ദാറ്റ് ടൈം ഈസ് റണ്ണിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലാതെ ഇനി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സബൂറില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ഷമയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നടപടിയാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും 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 തോറ്റുകൊണ്ടിരിക്കുന്നത് ലോകം കാണുന്നത് ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. ഇത്ര നാണം കെട്ട, ഇത്ര മര്യാദക്കേടുകാരനായിട്ടുള്ള ഒരു ഭരണാധിപൻ ലോകത്തിന് മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണെന്നുള്ളത് അറിയുന്ന ഭീഷണശാലികളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രംപ് ചെയ്യുന്ന ആകെയുള്ള പണി എന്താണ്? എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന വായിൽ തോന്നുന്നത് ഗോതക്ക് പാട്ട് എന്ന് പറയുന്നത് മാതിരി അദ്ദേഹം ഒരു കപ്പലിനെ വല്ലാതെ അങ്ങോട്ട് യാത്ര അയച്ചിട്ടുണ്ട്. വന്ന് കിടക്കുന്നുണ്ട് ശവം പോലെ നമ്മുടെ ഒമാൻ കടൽ തീരത്ത്, ഒമാൻ്റെ ഉൾക്കടലിൽ. ആ ഉൾക്കടലിൽ വിശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. എന്നിട്ടൊന്നും ഒരു അറ്റാക്ക് പോയിട്ട് ഒരു നിരീക്ഷണം പോലും ആ ട്രംപിൻ്റെ വകയായിട്ട് ഈ ഇറാൻ്റെ മണ്ണിലേക്ക് നടത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പം പിന്നെ എന്ത് കപ്പലാണെന്ന് വെച്ചാൽ ഇതൊരു മാനസികമായ സമ്മർദ്ദത്തിലാക്കി കപ്പലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒതുങ്ങലാണ് നല്ലത് എന്ന് ആ രാജ്യത്തിന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ, അതിലപ്പുറം ഒന്നും നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഇതെങ്ങാനും ടോർപിഡോ എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ടെങ്ങാനും അറ്റാക്ക് ചെയ്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പകുതി ഭാഗവും ഒലിച്ചു പോകും. കാരണം ആ രാജ്യം ഇന്നോളം യശസ്സാർന്ന രൂപത്തിൽ ലോകത്തെമ്പാടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ ഭീമാകാരമായിട്ടുള്ള കപ്പലിനെ കാണിച്ചുകൊണ്ടാണ്. 5000 പേര്, അതിലുപരിയായിട്ടുള്ള മെഗാ ഇവൻറ്റുകൾ നടത്താൻ പറ്റിയ ഭാഗങ്ങൾ എന്ന് പറയേണ്ട സകല ആയുധങ്ങളുടെ പേരുകളും വർത്തമാനങ്ങളൊക്കെ വളരെ വലിയ രൂപത്തിൽ ലേഖനത്തോടുകൂടെ വന്നതൊക്കെ നമ്മൾ വായിച്ചതാണ്. അതിൽ പറയുന്ന ഒട്ടനേകം കാര്യങ്ങൾ കെട്ടുചമച്ചതാണെന്നും മറ്റൊരിടത്ത് വായിക്കാനും കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പർവ്വതീകരിക്കുക, എന്നിട്ട് ആ വലിയൊരു സാമ്രാജ്യമാണ് നിങ്ങളെ തകർക്കാൻ വേണ്ടി കപ്പലിലായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇറാനെ നിങ്ങൾ കീഴടങ്ങണം. പക്ഷേ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങുന്ന സ്വഭാവമൊന്നുമില്ല, ഇത്ര കാലം കീഴടങ്ങാതെ നമ്മൾ എന്തിന് ഈ സമയം അസന്നിഗ്ധമായിട്ടുള്ള സമയത്ത് എന്തിന് കീഴടങ്ങണം? ആവശ്യമില്ല. 40ഓളം കൊല്ലം ഞങ്ങളിങ്ങനെ ഉരുകി ജീവിച്ചു, ഞങ്ങളുടെ അന്തസത്ത ആർക്കും പണയം വെക്കാതെ മുന്നോട്ട് പോയി. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ഇന്നും തലയുയർത്തി നട്ടലോടുകൂടെ നിൽക്കാൻ പാകത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ട്രംപ് പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത് ആയുധത്തിലൂടെയാണ്, അഥവാ അറ്റാക്കിലൂടെ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അദ്ദേഹം പറയുന്നത് മാതിരി ഇങ്ങനെ തൊഴിച്ചിടുന്ന രൂപം ഞങ്ങൾക്കില്ല എന്നായിരിക്കും ഇറാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അബ്ബാസ് പെഷസ്കിയാൻ പറയുന്ന വാക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു മലയാള വെർഷൻ ഞാൻ പറയാം. അദ്ദേഹം പറയുന്ന ട്രംപ് പറയുന്ന വാക്കുകൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അന്യാധീനപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ലാതായിരിക്കുന്നു. ഇനി അതിന് ഒരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ മാത്രമായിരിക്കും എന്ന് ട്രംപിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് 2 സെൻറ്റൻസിൽ ഒതുക്കി വലിയൊരു വാറോലക്ക് ഇറാൻ കൊടുത്ത മറുപടിയപ്പോൾ അത്
എന്തൊരു ആണത്തമുള്ള ചങ്കൂറ്റമുള്ള യുദ്ധം വരാതിരിക്കാം. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ വാക്ക് പോരിൽ പോലും അമേരിക്ക അമ്പെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതല്ലേ 2 സെൻറ്റൻസിൽ ഒതുക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ അവനെപ്പോലെ അദ്ദേഹത്തെ പോലെ ഇങ്ങനെ തൊഴിച്ചിടുന്ന പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓൾ ഔട്ട് വാറാണെന്ന് പറഞ്ഞു. ഹൈ അലേർട്ടാണ് ഈ രാജ്യം എന്നുള്ളത് അവർക്കറിയാവുന്നതേ ഉള്ളൂ. ഇനി പറയാനുള്ളതൊക്കെ തൽക്കാലം മാറ്റിവെച്ച് പ്രവർത്തിച്ച് കാണിക്കാനാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വരുന്നത് എന്ന് പറയുമ്പം അതിനും ട്രംപ് പറയുന്നത് മനോഹരമായിട്ടുള്ള ഫ്ലീറ്റ് മനോഹരമായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത്. അത്തുംപിത്തും എന്ന് പറയുമ്പോൾ മോശമാണ്. കാരണം അയാൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപനും ലോകത്തിൻ്റെ പോലീസാണെന്നൊക്കെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ അത്ര കൊച്ചാക്കുന്ന നമ്മുടെ മാന്യതയ്ക്ക് മോശമായി പോകുമെന്ന് കരുതിയിട്ട് നമുക്ക് ആ ലെവലിൽ സംസാരിക്കാം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് പുതിയൊരു കപ്പൽപ്പട വരുന്നുണ്ട്. അത് അബ്രഹാം ലിങ്കൻ്റെ കൺട്രോൾഡായിട്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡീലിന് തയ്യാറാകണം. കാല് പിടിച്ച് പറയുന്നത് പോലെയല്ലേ ഈ സംഭവങ്ങളൊക്കെ. ഡീലിന് തയ്യാറാകണമെന്നുള്ളത് ഇടത്തരക്കാരും അഥവാ മീഡിയേറ്റർ വഴി അന്വേഷിച്ചു. പക്ഷേ അന്നും ഇറാൻ പറഞ്ഞു ഞങ്ങൾ അടിയറവ് വെച്ചിട്ട് ആത്മാഭിമാനത്തെ അടിയറവ് വെച്ചിട്ട് ഒരു ഡീലിനുമില്ല. ഞങ്ങളെ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ അതിലേറെ വികസിപ്പിക്കും. അതിനൊന്നും ആരുടെ ആ അംഗീകാരവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന രീതിക്കാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അമ്പെ പരാജയപ്പെടുകയാണ്. ട്രംപിൻ്റെ പഴയ രൂപത്തിലുള്ള ആ ഒരു കോൺഫിഡൻ്റൊക്കെ ഇപ്പോഴുള്ള സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ലൈവായിട്ടുള്ള സംസാരം. ആ സംസാരത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു മുഖപത്രം അദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ ചാർത്തി വെച്ചതുപോലെ കാണാം. ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനെ കാണിച്ച് പേടിപ്പിച്ച് നിർത്താമെന്ന് കരുതി പരാജയപ്പെട്ടു പോയി. പ്രൊട്ടസ്റ്റിൻ്റെ വഴിയെ പോകാമെന്ന് കരുതിയപ്പം അതും പരാജയപ്പെട്ടു. ഇനി അതല്ല, എല്ലാവരും കൂടി ഇതിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. 25% ഇറാനുമായി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ചാർത്തി കൊടുത്തു. അതും പരാജയപ്പെട്ടു. അഥവാ ഇറാനുമായി സഹകരിക്കുന്ന വാണിജ്യ പരിപാടികളൊക്കെ വ്യാപാര സംവിധാനങ്ങൾക്ക് ഇടപഴകുന്ന ഏത് രാജ്യമുണ്ടോ അവർക്കൊക്കെ 25% ടാക്സ് തീരുവ ഉണ്ടാക്കി വെച്ചപ്പം അതും ആരും മെയിൻ ചെയ്തില്ല. പ്രത്യേകിച്ച് റഷ്യ പറഞ്ഞു ഞങ്ങളും പഴയ രീതിക്ക് മുന്നോട്ട് പോകും, നിങ്ങളെ പാടായി നിങ്ങളെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞപ്പം അതും അങ്ങേയറ്റം പരാജയപ്പെട്ടു. ഇപ്പോൾ പറയുന്നത് സമയം, ടൈം ഈസ് ഔട്ട്, ടൈം ഈസ് ഓവർ എന്നൊക്കെ കുറേ പേരുകൾ പറഞ്ഞിട്ട് കുറേ സെൻറ്റൻസുകൾ പറഞ്ഞിട്ട് മാസീവ് ആർമാഡ ലീഡിങ് ടു ഇറാൻ. മാസീവ് ആർമാഡ എന്ത് മാഡ എന്നുള്ളത് നമുക്കറിയില്ല. ഇവൻ മഠത്തിലേക്ക് പോകുന്നു അല്ല ആ ലെവലിലേക്ക് എന്നാണ് ഹോൾസിലേക്ക് പോകുന്നു, ബങ്കറിലേക്ക് പോകുന്നു എന്നാണോ മാസീവ് ആർമാഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു അർത്ഥവും വെക്കാലോ. കാരണം ഇത്ര നാളില്ലാത്ത മാസീവായിട്ടുള്ളൊരു സംഭവം വരികയാണ്. ഇത്ര നാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അബ്രഹാം ലിങ്കൻ സംഭവമാണെന്നാണ്. ഇപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ അതിനേക്കാൾ ചെറുതോ വലുതോ ആയിട്ടുള്ളത് വരുന്നുണ്ട്. അത് മാസീവാണ്, ലീഡിങ് ടു ഇറാനിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുക എന്നുള്ള പച്ചക്ക് പറയാതെ ധ്വനികൾ അടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ഇറാനെ അത്രമേൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ട്രംപ്. ആ ട്രംപ് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. കാരണം കൂടുതൽ അപകടത്തിലേക്ക് രാജ്യം പോകുമെന്ന്, അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക പോകുമെന്നൊരു ബേജാറ് ട്രംപിന് ഇല്ലാതില്ല. കാരണം അവിടെ ഐസിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ആ ഐസിൻ്റെ ആ പ്രക്ഷോഭം നേരെ തിരിഞ്ഞ് ഈ ഒരു വികാരത്തിലേക്ക് കൊണ്ടുവന്ന ആ ഭരണം അവിടെ തകർന്നു പോകും. അതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ കണ്ടത്. കാരണം ചെറിയ നിസ്സാരമായിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവം പോലും നമ്മളതാണ് കണ്ടത്. ചെറിയ നിസ്സാരമായ കാര്യത്തിലേക്ക് വന്ന് പെടുന്നനെ അതങ്ങ് കൺവേർട്ടായി ആ രാജ്യത്തിൻ്റെ ഭരണം തന്നെ താഴെ ഇറക്കാൻ പാകത്തിൽ അങ്ങോട്ട് പ്രക്ഷോഭം ആളിക്കത്തി. അതേപോലെ ഐസിൻ്റെ പ്രക്ഷോഭം അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതെങ്ങാനും അങ്ങോട്ട് കൺവേർട്ടായി പോയാൽ പിന്നെ ആ നാട്ടിലിരിക്കാൻ ഇയാൾക്ക് തോന്നില്ല. പിന്നെ മാസീവ് ആർമാഡയിൽ പോയിരിക്കേണ്ടി വരും. അത് വലിയൊരു അപകടമാണെന്നുള്ള മനസ്സിലാക്കി ഈ വൃദ്ധനായ ഈ മനുഷ്യൻ ചെയ്തു വെക്കുന്ന ഈ കൊലക്ക് ആര് മറുപടി പറയുമെന്ന് വെച്ചാൽ ഈ നാട്ടുകാരായ ഇറാനെങ്കിലും മറുപടി പറയും എന്നൊരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ അഭിപ്രായക്കേടുകളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.